അതായിരിക്കണം. അപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ എന്ത് വേണം? പണം വേണം. അതൊരു കൈമാറ്റ ഉപാധി മാത്രമാണ്. അത് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ, എനിക്ക് ബില്ല്, എൻ്റെ ഇന്നത്തെ ഈ മാസത്തെ ബില്ലുകളും പ്രയാസങ്ങളും ഇന്ന ആളുകൾക്കൊക്കെ കൊടുക്കണം, കടയിൽ പലചരക്ക് കടയിൽ കൊടുക്കണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, കൊടുക്കാനുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ചെക്ക് വരുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നില്ല. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതാണ് നമ്മുടെ യാഥാർത്ഥ്യമാകുന്നത്. നമ്മൾ യാഥാർത്ഥ്യത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ബോധം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് തന്നെ അറിയാം നമുക്ക് എന്താ വേണ്ടത്. വേറെ ആരും പറയണ്ട. നമുക്ക് തന്നെ അറിയാം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ആരാണ്. അപ്പം നമ്മൾ തന്നെ പറഞ്ഞിട്ടിരിക്കുക ഞാൻ പാവമാണ്, ഞാൻ പാവമാണ്, ഞാൻ പാവമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ സമ്പന്നനാണ്, എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അബണ്ടൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പ്രപഞ്ചത്തിൽ നിന്ന് ഇത് യഥേഷ്ടം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇതെല്ലാം ഒഴുകും. ഈ സമ്പാദ്യം പോലെ തന്നെയല്ലേ